بسم الله الرحمن الرحيم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആൻ 56-ാമത്തെ അധ്യായം സൂറത്തു അൽ വാഖിഅയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിൽ അന്ത്യനാളിൽ ജനങ്ങളെ മൂന്നായി തിരിക്കുമെന്നും അതിൽ ദൗർഭാഗ്യത്തിൻ്റെ ആളുകളായ അസ്ഹാബു ഷിമാൽ, ഇടതുഭാഗക്കാർ, അവരെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്നും നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ ദൗർഭാഗ്യത്തിൻ്റെ ആളുകൾ നാളെ പരലോകത്ത് ഉഷ്ണക്കാറ്റിലും ചുട്ടുതിളക്കുന്ന വെള്ളത്തിലുമൊക്കെ ആയിരിക്കും. അതുപോലെ ഇരുണ്ട പുകയുടെ, ആ കരിമ്പുകയുടെ തണലായിരിക്കും അവർക്കുണ്ടാവുക. ആ തണൽ ഒരു ആശ്വാസമോ മാന്യതയോ തണുപ്പോ ഒന്നും തന്നെ നൽകാത്തതായിരിക്കും. അതിൻ്റെ കാരണം അവർ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുകയും തെറ്റുകളിൽ ഉറച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. അതിനപ്പുറം പരലോക ജീവിതം ഒന്നുണ്ട് എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ കൂടിയായിരുന്നു അവർ എന്നതെല്ലാമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി ഈ ആളുകൾക്ക് നാളെ പരലോകത്ത് ഭക്ഷിക്കുവാനും കുടിക്കുവാനുമൊക്കെ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എങ്കിൽ ثم إنكم أيها الضالون المكذبون. ثم പിന്നീട്, അതുമല്ല എന്നർത്ഥം. അഥവാ നമ്മൾ മുമ്പ് വിശദീകരിച്ചതായ ആ കാര്യങ്ങൾ, അവർ ആ കരിമ്പുകയുടെ തണലിലായിരിക്കും, ചൂടുള്ള വെള്ളമായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ. ആ കാര്യങ്ങൾ, അതിനപ്പുറം ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ, ഹേ വ്യാജവാദികളെ, ദുർമാർഗികളെ, അവരെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ ആളുകളെ, അസ്ഹാബു ഷിമാലിനെ അഭിസംബോധന ചെയ്യുകയാണ്. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. ലാലൂൻ എന്ന് പറഞ്ഞാൽ
ദുർമാർഗികൾ എന്നർത്ഥം, വഴിപിഴച്ചവർ എന്നർത്ഥം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ വലല്ലാലീൻ എന്ന് പറയാറില്ലേ, അഥവാ വഴിപിഴച്ചവരുടെ മാർഗത്തിലും ഉൾപ്പെടുത്തല്ലേ എന്ന് പറയുന്നത്. ആ ലാലീൻ എന്ന് പറയുന്നതിനെയാണ് ഇവിടെയും അല്ലാലൂൻ എന്ന് പറയുന്നത്. അയ്യുഹല്ലാലൂൻ, ഹേ ദുർമാർഗികളെ, വഴിപിഴച്ചവരെ, അൽ മുകദ്ദിബൂൻ, വ്യാജവാദികളെ എന്നും അർത്ഥം. അപ്പൊ ഒന്നിച്ചർത്ഥം പറയുമ്പോ സുമ്മ പിന്നെ അതുമല്ല, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, അയ്യുഹല്ലാലൂൻ അൽ മുകദ്ദിബൂൻ, ഹേ വ്യാജവാദികളായ ദുർമാർഗികളെ. അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഹേ വ്യാജവാദികളായ ദുർമാർഗികളെ. ലആകിലൂന മിൻ ശജരിൻ മിൻ സക്കൂം, ലആകിലൂന, തിന്നുന്നവരായിരിക്കും നിങ്ങൾ. തിന്നുന്ന ലആകിലൂന, അവർ തിന്നുന്നവർ തന്നെയായിരിക്കും. എന്തിൽ നിന്ന്? അഥവാ നാളെ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്തിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്? മിൻ ശജരിൻ മിൻ സക്കൂം, സക്കൂം എന്ന് പറയുന്ന ഒരു തരം വൃക്ഷത്തിൽ നിന്ന്. സക്കൂം ആകുന്ന ഒരു തരം വൃക്ഷം. ഷജർ എന്ന് പറഞ്ഞാൽ മരം, ഷജർ വൃക്ഷം, മരം. അപ്പൊ മിൻ ഷജരിൻ മിൻ സക്കൂം, സക്കൂം ആകുന്ന ഒരു തരം വൃക്ഷത്തിൽ നിന്നായിരിക്കും അവർക്ക് ഭക്ഷണം നൽകുക, അവർ ഭക്ഷിക്കുക എന്നർത്ഥം. ലആകിലൂന മിൻ ഷജരിൻ മിൻ സക്കൂം, സക്കൂമാകുന്ന ഒരു തരം വൃക്ഷത്തിൽ നിന്ന് തിന്നുന്നവരാകുന്നു ഈ വ്യാജവാദികളായ ദുർമാർഗികളായ ആളുകൾ, അഥവാ അസ്ഹാബുശ്ശിമാലിന്റെ ആളുകൾ. ആ സക്കൂം എന്ന വൃക്ഷത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, ഫ എന്നിട്ട്, ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട്, മാലിഊന, അവർ നിറക്കുന്നവരായിരിക്കും. മാലിഊൻ എന്ന് പറഞ്ഞാൽ നിറക്കുക, നിറക്കുന്നവർ എന്നർത്ഥം. മല എന്നുള്ളത് മിൽ എന്നൊക്കെ പറയും, നിറക്കുക എന്നുള്ളത്. ഫമാലിഊന, അങ്ങനെ അവർ നിറക്കുന്നവരായിരിക്കും. മിൻഹ, അതിൽ നിന്ന്. അൽ ബുത്തൂൻ, ബുത്തൂന എന്ന് പറഞ്ഞാൽ വയറുകൾ. ബത്തുന് എന്നാണ് അതിന്റെ ഏകവചനം. ബത്തുന്, നമ്മുടെയൊക്കെ വയറിന് പറയുന്ന, ഭക്ഷണം ചെല്ലുന്ന ആ വയറിന് പറയുന്ന പേരാണ് ബത്തുന് എന്ന് പറയാം അറബിയിൽ. അതിന്റെ ബഹുവചനമാണ് ബുത്തൂൻ, വയറുകൾ എന്നർത്ഥം. മിൻഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, അഥവാ ആ ഷജറത്തിൽ നിന്ന്. മിൻ ഷജറ എന്ന് പറഞ്ഞാൽ സക്കൂം, ആ സക്കൂം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്ന്. അപ്പൊ അർത്ഥം പറയുമ്പോൾ ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, എന്നിട്ട് അതിൽ നിന്നും അവർ വയറുകൾ നിറക്കുന്നവരായിരിക്കും. ഫ അതുമല്ല, ശാരിബൂന അലൈഹി മിനൽ ഹമീം, ഫ എന്നിട്ട് ഭക്ഷണം, അഥവാ ഈ സക്കൂം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്നും അവർ വയറ് നിറച്ചിട്ട്, അതാണ് ഫ എന്നിട്ട്. ശാരിബൂന, അവർ കുടിക്കുന്നവരായിരിക്കും. ഷാരിബൂന, ഷെരീബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ്. ഷെരീബ, ഷാരിബ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവൻ. ഷാരിബൂന, അവർ കുടിക്കുന്നവരായിരിക്കും. അലൈഹി, അതിന്റെ മീതെ, അതിന്റെ മുകളിൽ, അഥവാ ആ സക്കൂം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്നും വയറ് നിറച്ചല്ലോ, ആ വയറ് നിറച്ചതിന്റെ മീതെ അവർ കുടിക്കുന്നവരുമാകുന്നു. മിനൽ ഹമീം, ആ ചുട്ടു തിളക്കുന്ന വെള്ളം. ഹമീം പറഞ്ഞാല് അതിചൂടുള്ള, നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, ആ ശക്തമായ ചൂടുള്ള ആ വെള്ളത്തിൽ നിന്നും അതിന്റെ മീതെ, അഥവാ ആ ഭക്ഷണം സക്കൂം കഴിച്ചതിന്റെ മീതെ അവർ കുടിക്കുകയും ചെയ്യും. അപ്പോ അവിടെ ഭക്ഷണവും നൽകുന്നുണ്ട്, വെള്ളവും നൽകുന്നുണ്ട് എന്നർത്ഥം. മാത്രമല്ല ഫശാരിബൂന ശുർബൽ ഹീം, ഫശാരിബൂന, അങ്ങനെ അവർ കുടിക്കുന്നവരാണ്. ശുർബൽ ഹീം, ദാഹരോഗം പിടിപെട്ട ഒരൊട്ടകം. ദാഹരോഗം പിടിപെടുക എന്ന് പറഞ്ഞാൽ ദാഹം മാറാതെ നിൽക്കാതെ കുടിച്ചതിനെ വീണ്ടും വീണ്ടും കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ചില സമയത്തൊക്കെ ദാഹം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, എത്ര കുടിച്ചാലും മതി വരാതെ വീണ്ടും വീണ്ടും കുടിക്കുക, ആ ഒരു അവസ്ഥ. അതാണ് ദാഹരോഗം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഷുർബൽ ഹീം, ആ ഒരു ദാഹരോഗം പിടിപെട്ട ആ ഒരു ഒട്ടകമുണ്ടല്ലോ, അങ്ങനെയാണ് അതിനൊരു ഒട്ടകം, ദാഹരോഗം പിടിപെട്ട ഒരൊട്ടകം. ആ ഒട്ടകം ഇങ്ങനെ മോന്തി കുടിക്കുന്നത് പോലെ അവർ കുടിക്കുന്നവരായിരിക്കും എന്നർത്ഥം. അപ്പോ ആ
സക്കൂമും അതുപോലെ ഈ വെള്ളവും ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് ഇത് വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. സക്കൂം എന്നുള്ള പേരെടുത്ത് തന്നെ സൂറത്ത് ദുഖാനിലും സൂറത്ത് സ്വാഫാത്തിലും ഒക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സക്കൂം എന്ന് പറഞ്ഞാൽ ഒരു തരം വൃക്ഷമാണ്. അഥവാ ദുനിയാവിൽ അത്തരം ചില വൃക്ഷങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഒരു കാണാൻ ഭംഗിയില്ലാത്ത, രുചിയില്ലാത്ത, അതിന്റെ പഴങ്ങൾക്കൊന്നും ഒരു രുചിയുമില്ലാത്ത, മുള്ളുകൾ നിറഞ്ഞ ഒരു തരം പ്രത്യേക തരം വൃക്ഷമാണെന്നാണ് പറയുന്നത്. അതല്ല, ഇത് നരകത്തിൽ തന്നെയുള്ള ഒരു വൃക്ഷമാണ്. ഏതായിരുന്നാലും ദുനിയാവിലുള്ളതാണെങ്കിലും അവിടെയുള്ളതാണെങ്കിലും ദുനിയാവിൽ അത് പേര് മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ സൂറത്ത് ദുഖാനിലൊക്കെ ആ കാര്യങ്ങൾ സൂറത്ത് സ്വാഫാത്തിലൊക്കെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അഥവാ അത് നരകത്തിൽ തന്നെയുള്ള ഒരു തരം വൃക്ഷമാണ് എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് ദുഖാനിൽ പറയുന്നു, ഇന്ന ശജറത സഖൂം, നിശ്ചയമായും സഖൂം വൃക്ഷം, ത്വആമുൽ അസീം, പാപികളായുള്ളവർക്ക് ഭക്ഷണമായിരിക്കും. അഥവാ പരലോകത്ത് പാപികളായിട്ട് ചെല്ലുന്ന ആളുകൾക്കുള്ള ഭക്ഷണമായിട്ട് നൽകുന്നതാണ് സഖൂം വൃക്ഷം. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ഉരുകിയ ലോഹം പോലെ, ഒരു ലോഹം ഉരുകിയിട്ട് അതിൽ ദ്രാവകമായി കഴിഞ്ഞാൽ അതെങ്ങനെയാണോ അതുപോലെ യഗ്ലി ഫിൽ ബുതൂൻ, അത് വയറുകളിൽ ഇങ്ങനെ തിളച്ചു മറിയുമെന്നാണ്. കഗല്യിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളം, നല്ല ചൂടുള്ള വെള്ളം തിളച്ചു മറിയുന്നത് പോലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അതികഠിനമായ ചൂടുള്ള നമ്മുടെയൊക്കെ വെള്ളം അടുപ്പിൽ വെച്ച് അതിങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ ഈ സാധനം വയറിനകത്ത് ചെന്നാൽ അവിടെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു പോകുമെന്നാണ്. അതാണ് പാപികളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമായിട്ട് അവിടെ നൽകുന്ന ആ സഖൂം എന്ന് പറയുന്ന ആ വൃക്ഷം എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര മാത്രമുണ്ട് നോക്കി. മാത്രമല്ല സൂറത്ത് സ്വാഫാത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായത് അതാണോ? മുമ്പ് പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം. അതല്ല, സഖൂം വൃക്ഷമാണോ? ഇന്നാ ജഅൽനാഹാ ഫിത്നതൽ ലിസ്സാലിമീൻ, തീർച്ചയായും നാം അക്രമികളായ ആളുകൾക്ക് അതിനെ ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, തീർച്ചയായും അത് ജ്വലിക്കുന്ന ആ നരകത്തിന്റെ അടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷമാകുന്നു. ത്വൽഉഹാ കഅന്നഹു റൂസു ശയാതീൻ, അതിന്റെ പഴക്കുലകളുണ്ടല്ലോ അത് പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും. فإنهم لآكلون منها فمالئون منها البطون, അങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായും അവർ അത് ഭക്ഷിക്കുകയും അവരുടെ വയറുകൾ നിറക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ. ഇങ്ങനെ സൂറത്ത് സ്വാഫാത്തിലെ 62, 63 മുതൽ തുടങ്ങിയ കുറച്ച് വചനങ്ങളിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ സൂറത്ത് ദുഖാനിൽ 43 മുതലുള്ള കുറച്ച് വചനങ്ങളിൽ അതും അവിടെയും വിശദീകരിക്കുന്നുണ്ട്. അപ്പോ സഖൂം എന്ന് പറയുന്ന വൃക്ഷം, അതുപോലെ അവർക്ക് അവിടെ കുടിക്കാൻ നൽകുന്ന ആ ചൂടുള്ള വെള്ളം, ഇതൊക്കെ അവർക്കൊരു പരീക്ഷണമാണ്, ഒരു ശിക്ഷയാണെന്നർത്ഥം. അവിടെ ഭക്ഷണമായി നൽകുന്നതും കുടിക്കാൻ നൽകുന്ന വെള്ളമായി നൽകുന്നതും എല്ലാം തന്നെ അവർക്കതൊരു പരീക്ഷണമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ശിക്ഷ തന്നെയായിരിക്കും. ഇനി ഇത് മുള്ളുകളുള്ളതാണ്, അത് ചൂടുള്ളതാണ്, അത് ഭക്ഷിക്കാൻ പ്രയാസമാണെന്ന് വിചാരിച്ചവർ ഭക്ഷിക്കാതിരിക്കുമോ? ഇല്ല. വിശപ്പിന്റെ കാഠിന്യത്താൽ ആ കള്ളിമുൾ സാധനം അവർ ഭക്ഷിക്കുന്നതാണ്. ദാഹത്തിന്റെ കാരണത്താൽ, കാഠിന്യത്താൽ ആ ചൂടുള്ള വെള്ളം അവർ കുടിക്കുന്നവരാണ്. ഏതുപോലെ ഒരു ദാഹിച്ചു വലഞ്ഞ, ദാഹരോഗം പിടിപെട്ട ഒരൊട്ടകം വെള്ളം മോന്തി കുടിക്കുന്നത് പോലെ ആ തിളച്ചു മറിയുന്ന വെള്ളം, ആ ദുർനീര്, ആ ദുർജലം, ചീഞ്ചലം, അതെന്ത് ചെയ്യും? അവർ കുടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അതും അവർക്ക് ഒരു ശിക്ഷയായിട്ടാണ് അവിടെ ലഭിക്കാൻ പോകുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതാണ് അസ്ഹാബുൽ യമീനിന് ലഭ്യമാകാൻ പോകുന്നത്. അതാണ് അള്ളാഹു പറയുന്നു അടുത്ത ആയത്തിൽ,
ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഹാദാ നുസുലുഹും, ഹാദാ ഇതാകുന്നു നുസുലുഹും അവർക്കുള്ള വിരുന്ന്. നുസുൽ എന്ന് പറഞ്ഞാൽ സൽക്കാരം, വിരുന്ന് എന്നുള്ളതിനൊക്കെയാണ് നുസുൽ എന്ന് പറയാം. ഹാദാ നുസുലുഹും, ഇതൊക്കെയാണ് അവർക്കുള്ള സൽക്കാരം. അവർക്കുള്ള ആർക്കുള്ള? അസ്ഹാബു ഷിമാലിനുള്ള, ആ ഇടതുഭാഗക്കാർക്ക്, ആ ദൗർഭാഗ്യത്തിന്റെ ആളുകൾക്കുള്ള വിരുന്ന് ഇതൊക്കെയാകുന്നു. അഥവാ അവർക്കൊരു വിരുന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിരുന്ന് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമാണ്. ആ ഭക്ഷണം ഏറ്റവും നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ഭക്ഷണം നൽകിക്കൊണ്ടും വെള്ളം നൽകിക്കൊണ്ടും അതുപോലെയുള്ള പാനീയങ്ങൾ നൽകിക്കൊണ്ടുമൊക്കെയാണ് നമ്മൾ ഒരു വിരുന്ന് കൂട്ടുന്നത്. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്ഹാബു ഷിമാലിന് നാളെ പരലോകത്ത് നൽകുന്ന വിരുന്നാകുന്നു ഈ പറയുന്ന സഖൂം വൃക്ഷവും അതുപോലെ തന്നെ ആ അതികഠിനമായ ചൂടുള്ള വെള്ളവുമൊക്കെ എന്നർത്ഥം. ഹാദാ നുസുലുഹും, ഇതൊക്കെയാകുന്നു അവർക്കുള്ള വിരുന്ന് യൗമദ്ദീൻ എന്ന് ആ പ്രതിഫല നടപടിയുടെ നാളിൽ, അഥവാ നാളെ പരലോകത്ത് അല്ലാഹു അവർക്ക് നൽകുന്ന വിരുന്നാകുന്നു ഇത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ അസ്സാബിഖൂനിലും അസ്ഹാബുൽ യമീനിലും ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആ അസ്ഹാബു ഷിമാലിൽ ഉൾപ്പെടാതെ അവർ ഏതൊക്കെ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണോ അസ്ഹാബു ഷിമാലിന്റെ ഗണത്തിൽ പെട്ടുപോയത് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ആ അസ്ഹാബുൽ യമീനിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അള്ളാഹു ഈ അധ്യായത്തിൽ പരലോകത്ത് ജനങ്ങൾ, അന്ത്യനാളിൽ ജനങ്ങൾ 3 വിഭാഗങ്ങളായി, ഫകുന്തും അസ്വാജൻ സലാസ, അവർ 3 തരക്കാരായി ആളുകൾ മാറുമെന്ന് പറഞ്ഞല്ലോ. ആ 3 തരക്കാരെ കുറിച്ചുമുള്ള ഒരു വിശദീകരണം, ആ 3 തരക്കാർക്ക് നാളെ പരലോകത്ത് എന്തൊക്കെയാണ് ലഭ്യമാകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ നൽകിയത്. തുടർന്ന് അള്ളാഹുവിന്റെ ചില സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ഈ അസ്ഹാബു ഷിമാൽ അവർ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഇങ്ങനെ മരിച്ച് മണ്ണായി എല്ലായി തീർന്നിട്ട് ഇനി വീണ്ടും ഞങ്ങൾ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമോ? ഞങ്ങൾക്കൊക്കെ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ ആബാഉനൽ അവ്വലൂൻ, ആ പൂർവീകരായ പിതാക്കന്മാരൊക്കെ ഇനിയും എഴുന്നേറ്റിട്ട് വരുമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നാളെ പരലോകത്തെക്കുറിച്ചും രണ്ടാമത് നമ്മുടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിഷേധിക്കുന്നുണ്ടല്ലോ. ആ നിഷേധിക്കുന്നതിനൊക്കെയുള്ള ഒരു മറുപടി എന്നോണം നമുക്ക് ചിന്തിക്കാവുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ചില സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ചാണ് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു വരുന്നത്. അതിലെ ഒരു കാര്യം മാത്രം കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. നഹ്നു, നാം എത്രേ, അള്ളാഹു പറയുകയാണ്, നഹ്നു, നാം എത്രേ, ഖലഖനാകും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. നഹ്നു ഖലഖനാകും, നാം എത്രേ, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ഫലൗലാ തുസദ്ദിഖൂൻ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സത്യമാക്കുന്നില്ല? ഫലൗലാ തുസദ്ദിഖൂൻ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സത്യമാക്കുന്നില്ല, ശരിപ്പെടുത്തുന്നില്ല? നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത് നാമായിരിക്കെ ഇതുപോലെ രണ്ടാമതൊന്നുകൂടി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണല്ലോ നാം നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ രണ്ടാമതൊന്നുകൂടി നിങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ പറയുന്നു? എന്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് രണ്ടാമതൊന്നും കൂടി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ നിങ്ങൾക്ക് സത്യപ്പെടുത്തിക്കൂടാ എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്. എന്നിട്ട് ആ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. അഫറഅയ്തും മാ തുംനൂൻ, അഫറഅയ്തും
എന്നാൽ നിങ്ങൾ കണ്ടുവോ? ആ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് വേണ്ടി വരുന്നതാണ് ആ. അഫ റഅയ്തും, ആ വേറെയാണ്, ഫ വേറെയാണ്, റഅ എന്നുള്ളത് വേറെ, തും എന്നുള്ളത് വേറെ. ഇതിനെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരൊറ്റ വാക്കായി മാറിയതാണ് അഫ റഅയ്തും. എന്നാൽ നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുവോ എന്നൊക്കെ അർത്ഥം. മാ തുംനൂൻ, നിങ്ങൾ ആ ഗർഭാശയങ്ങളിൽ നിങ്ങൾ സ്രവിപ്പിക്കുന്ന ഇന്ദ്രിയത്തെ കുറിച്ച് എന്നർത്ഥം. മാ തുംനൂൻ, തുംനൂൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം സ്രവിപ്പിക്കുക. മനിയി എന്നാണ് ഇന്ദ്രിയത്തിന് പറയുക, ബീജത്തിനൊക്കെ പറയുക മനിയി എന്നാണ്. അതിന്റെ ഒരു ക്രിയാരൂപമാണ് തുംനൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ദ്രിയം സ്രവിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഗർഭാശയത്തിൽ സ്രവിപ്പിക്കുന്ന ആ ഇന്ദ്രിയത്തുള്ളി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുവോ, അതിനെ നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവോ എന്നുള്ള ചോദ്യമാണ്. അതാണ് അഫറഅയ്തും മാ തുംനൂൻ, എന്നാൽ നിങ്ങൾ കണ്ടുവോ, മാ തുംനൂൻ, നിങ്ങൾ ആ ഗർഭാശയങ്ങളിൽ സ്രവിപ്പിക്കുന്ന ആ ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ച് നിങ്ങൾ കണ്ടുവോ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുവോ. അഅൻതും, നിങ്ങളാണോ, ആ അവിടെയും ആ ചോദ്യമാണ് ആ എന്ന് പറയുന്നത്. അഅൻതും, നിങ്ങളാണോ, തഖ്ലുഖൂനഹു, അതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ അതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അഅൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ, തഖ്ലുഖൂനഹു, അതിനെ പറഞ്ഞാൽ ആ ഇന്ദ്രിയ ബീജത്തെ എന്നർത്ഥം. നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. അം, അതല്ല, നഹ്നുൽ ഖാലിഖൂൻ, നാമാണോ സൃഷ്ടിച്ചുണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചോദിക്കുകയാണ് നമ്മളോട്. ആ ഗർഭപാത്രത്തിൽ സ്രവിക്കുന്ന ആ ഇന്ദ്രിയ തുള്ളികളിലുള്ള കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം എന്തു ചെയ്യുന്നു, ആ അണ്ഡവുമായി ചേർന്ന് ഒരു സിക്താണ്ഡമായി അഥവാ അതൊരു ബീജമായി ആ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു വളരുകയാണ്. അങ്ങനെ അതിനെ യോജിപ്പിക്കുന്നതും അവിടെ വളർത്തുന്നതിലും നിങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? നിങ്ങളാണോ അതിനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? നമ്മൾ നിസ്സഹായരാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കറിയാം. ആ ഒരു ഇന്ദ്രിയത്തുള്ളിയെ നമ്മൾ സ്രവിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലോ അതിനെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതിലോ അത് ആരോഗ്യമുള്ള ഒരു കുട്ടിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിലോ നിറമുള്ളതാണോ നിറമില്ലാത്തൊരു കുട്ടിയാണെന്നോ ഇങ്ങനെ ആ ഒരു മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങളോ ഒരു ദോഷങ്ങളോ എന്തൊക്കെയാണോ അതിലൊന്നും ആ കുഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. ആ കാര്യമാണ് നമ്മുടെ ബുദ്ധിയോട് അല്ലാഹു സംവദിക്കുന്നത്. നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ അതിനെ ഉണ്ടാക്കുന്നവൻ. നഹ്നു ഖദ്ദർനാ ബൈനകും, നഹ്നു നാം, ഖദ്ദർനാ കണക്കാക്കിയിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നാം അതിനെ നിർണയം ചെയ്തിരിക്കുന്നു. നഹ്നു ഖദ്ദർനാ, ഖദ്ദറ നിർണയിക്കുക, നിശ്ചയിക്കുക, കണക്കാക്കുക എന്നർത്ഥം. നഹ്നു ഖദ്ദർന, നാം കണക്കാക്കിയിരിക്കുന്നു, ബൈനക്കും നിങ്ങൾക്കിടയിൽ, അൽ മൗത മരണത്തെ. അങ്ങനെ നാം നിങ്ങൾക്കിടയിൽ മരണത്തെ നിർണയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ ഗർഭപാത്രത്തിൽ സ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ ഒരു മനുഷ്യ കുഞ്ഞാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ തന്നെ ആ വളർന്നു വരുന്ന ജനിക്കുന്ന ആ ഒരു കുഞ്ഞല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ അവന്റെ മരണവും നാം കണക്കാക്കിയിട്ടുണ്ട് എന്നർത്ഥം. നഹ്നു ഖദ്ദർനാ ബൈനക്കും അൽ മൗത, നാം നിങ്ങൾക്കിടയിൽ മരണത്തെയും കണക്കാക്കിയിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം മുൻകടക്കപ്പെടുന്നവനുമല്ല. അള്ളാഹു പറയാണ് വമാ നഹ്നു, നാമല്ല, ബിമസ്ബൂഖീൻ, മുൻകടക്കപ്പെടുന്നവനല്ല എന്നർത്ഥം. അപ്പൊ നാം മുൻകടക്കപ്പെടുന്നവനല്ല എന്ന് അള്ളാഹു പറയുന്നതിന് അർത്ഥം എന്താ? നാം ഓരോരുത്തർക്കും ജന്മം നൽകുമ്പോൾ അവന്റെ മരണത്തിന്റെ ഒരു തീയതിയും നാം നിർണയം ചെയ്തിട്ടുണ്ട്. ആ നിർണയം ചെയ്ത് ആ സമയത്തെ മുൻകടന്ന് ഒരാൾക്കും പോകാൻ സാധ്യമല്ല. നാം നിർണയം ചെയ്തതിനെ മുൻകടക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ ആ നിർണയം ചെയ്ത ആ നിശ്ചയിച്ച സമയത്തെ മറികടന്നു പോകുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നർത്ഥം. നമുക്കറിയാവുന്ന ഒരു കാര്യമല്ലേ നമ്മുടെയൊക്കെ മരണം. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്? എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരികളാണ്, എത്ര വലിയ സ്വാധീനങ്ങളുള്ള സമ്പത്തുള്ള ആരായിക്കോട്ടെ,
അവരുടെയൊക്കെ മരണങ്ങൾ നാം ആരും അറിയാതെ നിശ്ചയിച്ച സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ അള്ളാഹ് നിശ്ചയിച്ച ആ ഒരു സമയത്തെ മറികടന്നു പോകുവാൻ നമുക്കൊരാൾക്കും സാധ്യമല്ല എന്നർത്ഥം. മാത്രമല്ല തുടർന്ന് പറയുന്നു, അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. അലാ അൻ നുബദ്ദില അംസാലകും, നിങ്ങളെപ്പോലുള്ളവരെ നാം പകരം കൊണ്ടുവരികയും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാവതല്ലാത്ത വിധത്തിലൂടെ നിങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ. അലാ അൻ നുബദ്ദില അംസാലകും, അലാ അൻ നുബദ്ദില അംസാലകും, നാം പകരം കൊണ്ടുവരുന്നതിൽ. അലാ അൻ നുബദ്ദില അംസാലകും, നിങ്ങളെപ്പോ, അംസാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർ. അപ്പൊ അംസാലക്കും, നിങ്ങളെപ്പോലുള്ളവരെ നാം പകരം കൊണ്ടുവരുന്നതിലും. വനുൻശിഅക്കും, നിങ്ങളെ ഉണ്ടാക്കുകയും. അൻശയുൻശി ഉണ്ടാക്കുക, വളർത്തുക എന്നർത്ഥം. ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിധത്തിൽ. അപ്പോ നിങ്ങളെ നാം സൃഷ്ടിച്ചു, നിങ്ങളുടെ മരണത്തെ നാം കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരെ പകരം കൊണ്ടുവരുവാനും, അതുപോലെ നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ കഴിയുന്നവനാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ, വലഖദ് തീർച്ചയായും, വലഖദ് തീർച്ചയായും, അലിംതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അൻ നശ്അതൽ ഊലാ, ആ ആദ്യത്തെ ഉണ്ടാക്കലിനെ കുറിച്ച്, ആദ്യത്തെ സൃഷ്ടിപ്പിനെ, ആ പടച്ചുണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നർത്ഥം. ഒന്നാമത്തെ ഉണ്ടാക്കൽ, നിങ്ങളെ ഒന്നാമത്തെ ഇതിൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ കുറിച്ച് തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ. ഫലൗലാ തദക്കറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ആലോചിച്ചു നോക്കാത്തത്? ഫലൗലാ തദക്കറൂൻ, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കാത്തത് എന്നർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി. ആ സൃഷ്ടിച്ചുണ്ടാക്കുന്നത് നിങ്ങളാണോ അതല്ല നാം ആണോ? അള്ളാഹ് നമ്മളോട് ചോദിക്കുക. നിങ്ങളുടെ മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അഥവാ നാം നിങ്ങളുടെ മരണം കണക്കാക്കിയിട്ടുണ്ട്. അതിനെ മറികടന്നു പോകാൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഉണ്ടാക്കി കൊണ്ടുവരുവാനും നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ വളർത്തി കൊണ്ടുവരുവാനും ഒക്കെ കഴിവുള്ളവനാണ് അള്ളാഹു. അതോടൊപ്പം തന്നെ ആദ്യ ഘട്ടത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച, അഥവാ ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാത്തത് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുകയില്ലേ എന്നർത്ഥം. ആദ്യഘട്ടത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ രൂപത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി നിങ്ങളെ എനിക്കുണ്ടാക്കാൻ സാധ്യമല്ലേ എന്നുള്ള ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. അതാണ് അസ്ഹാബു ശിമാൽ നിഷേധിക്കുന്നത്. ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി എല്ലായി തീർന്നിട്ട് വീണ്ടും ഞങ്ങൾ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ, എന്താണ് ഈ പറയുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്, നിങ്ങളെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും അല്ലാഹു സൃഷ്ടിച്ചുണ്ടാക്കിയില്ലേ? നിങ്ങളുടെ മരണം കണക്കാക്കുകയും കൃത്യമായി നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്തിട്ടില്ലേ? ഇതുപോലെ പലരെയും സൃഷ്ടിച്ചുണ്ടാക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടില്ലേ? ആദ്യ രൂപത്തിൽ നിങ്ങളെ ഉണ്ടാക്കിയതിനെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് നിങ്ങൾ മരിച്ച് മണ്ണായി ഒന്നുമല്ലാതെയായി തീർന്നിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കാൻ എനിക്ക് കഴിയുകയില്ല? എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാത്തത് എന്ന ഒരു ചോദ്യം നമ്മുടെ ബുദ്ധിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ രണ്ടാമതൊരിക്കൽ കൂടി സൃഷ്ടിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അസ്ഹാബു ശിമാലിന് നാളെ പരലോകത്തിൽ ലഭ്യമാകാനിരിക്കുന്ന അതികഠിനമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ജീവിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കി അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ
നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, നാളെ പരലോകത്ത് ഒരിക്കൽ കൂടി നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെയുള്ള ഒരു കാര്യമായിട്ട് ഈ പഠനത്തെയും ഈ ചിന്തകളെയും മാറ്റിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.